ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്കിന്റെ ബേസിക് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് വോൾട്ടേജ്, അതുപോലെ തന്നെ അതിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇഎംഎഫ്. ഇഎംഎഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് വോൾട്ടേജ്. വോൾട്ടേജ് ഈസ് ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഈ ഡെഫിനിഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്താണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാട്ടർ ടാങ്ക് ഉണ്ടല്ലേ. വാട്ടർ ടാങ്ക് പൊതുവെ എവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? വീടിന്റെ മുകളിലായിരിക്കും. എന്തായിരിക്കും അതിന്റെ കാരണം? അത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു റീസൺ ആണ്. കാരണം വാട്ടറിന് ഒരു ഹൈറ്റിന്റെ ഡിഫറൻസ് ആണ്. ഹൈറ്റ് കൂടിയെടുത്തു നിന്ന് ഹൈറ്റ് കുറവുള്ളിടത്തോട്ടാണ് വാട്ടറിന് ഫ്ലോ ചെയ്യാൻ, ഒഴുകാനൊരു ടെൻഡൻസി. വെള്ളത്തിന്റെ വാട്ടർ ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ? ആ പോയിന്റ് പുറത്ത് വെച്ചോണം. അതുപോലെ തന്നെ വിൻഡ് എന്ന് പറഞ്ഞാൽ വിൻഡ് ഇസ് എ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു ദ ലോ പ്രഷർ ഏരിയ. എന്ന് വെച്ചാൽ പ്രഷർ കൂടിയെടുത്തു നിന്ന് പ്രഷർ കുറഞ്ഞെടുത്തോട്ട് എയറിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എയർ മൂവ് ചെയ്യാൻ പ്രഷർ ഡിഫറൻസ് വേണം, എന്നാലേ ഈ എയറിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് എയർ മൂവ് ചെയ്യുന്നത്? ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ദ ലോ പ്രഷർ ഏരിയ. ആ പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എയറിന് മൂവ്മെന്റ് നടക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാറ്റുണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത് വാട്ടറിന്റെ ഫ്ലോ. വാട്ടറിന്റെ ഫ്ലോ ചെയ്യാൻ എന്ത് വേണം? ഹൈറ്റിന്റെ ഡിഫറൻസ് വേണം. ഹൈറ്റ് കൂടിയെടുത്തുനിന്ന് ഹൈറ്റ് കുറഞ്ഞെടുത്തോട്ടെ വെള്ളത്തിന് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വാട്ടർ ടാങ്കിന്റെ കണ്ടീഷനൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. വാട്ടർ ടാങ്ക് നമ്മൾ എപ്പോഴും മുകളിൽ സ്റ്റോർ ചെയ്യത്തുള്ളൂ അല്ലേ. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്തത് വിൻഡിനെ കുറിച്ചാണ്. വിൻഡ് എന്നാൽ എന്താ? മൂവ്മെന്റ് ഓഫ് ദ എയർ ആണ്. ആ മൂവ്മെന്റ് ഓഫ് എയർ വേണമെങ്കിൽ എന്ത് വേണം? പ്രഷർ ഡിഫറൻസ് വേണം. എയർ എങ്ങനെ മൂവ് ചെയ്യുള്ളൂ? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ട് മൂവ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് വിൻഡ് ഉണ്ടാകുന്നത് അല്ലേ. ഈ രണ്ട് കണ്ടീഷനിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ മൂവ്മെന്റുകൾ നടക്കുള്ളൂ അല്ലേ. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിരുന്നു. എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് ഇസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇവിടെ എന്താണ് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോയെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. അന്നേരം ഇവിടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ചാർജുകൾ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ വാട്ടർ ഫ്ലോയുടെയും വിൻഡിന്റെയും ഒക്കെ കാര്യം പറഞ്ഞു. അത് ചാർജിന് ചുമ്മാ ഒരു കണ്ടക്ടർ എടുത്ത് കൈവച്ചാൽ നമ്മളെ കറണ്ട് ഒന്നും അടിക്കത്തില്ലല്ലേ. കാരണം ചാർജിന് ചുമ്മാ ഇരിക്കുന്ന ഒരു കണ്ടക്ടർ ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്തോ ഒരു ഡിഫറൻസ് വേണം. വാട്ടറിന്റെ കേസ് പറഞ്ഞ പോലെ ഹൈറ്റ് ഡിഫറൻസ്, എയറിന്റെ കേസ് പറഞ്ഞ പോലെ പ്രഷർ ഡിഫറൻസ്. അതുപോലെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാർജിന് ഫ്ലോ ചെയ്യാൻ പറ്റൂ. ആ ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രിക് വോൾട്ടേജിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. വോൾട്ടേജ് ഇസ് എ ഡിഫറൻസ് ഇൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജിന് ഫ്ലോ ചെയ്യാൻ പറ്റൂ. ചാർജ് ഫ്ലോ ആയാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകത്തുള്ളൂ. അന്നേരം ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അതായത് ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകത്തുള്ളൂ. കാരണം വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടുള്ളൂ. ഓക്കെ, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് കുറച്ചുകൂടി ഈസിയായി മനസ്സിലാക്കാനും അത് ഓർത്തിരിക്കാനും നമുക്കൊരു പിക്ചർ യൂസ് ചെയ്തൊരു എക്സ്പ്ലനേഷൻ ചെയ്യാം. ഈ റെഡ് റോഡ് റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഒരു കണ്ടക്ടറും ഈ ബ്ലൂ ഡോട്ട്സ് ചാർജുകളുമാണെന്ന് വിചാരിക്കുക. ഈ പിക്ചറിൽ ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകളിലുള്ള ചാർജുകളുടെ എണ്ണം സെയിം ആണല്ലേ. 4 ചാർജുകൾ വീതം രണ്ട് എൻഡിലും ഉണ്ട്. അതുകൊണ്ട് അതിലൂടെ ചാർജ് ഒരു ഡിഫറൻസ് ഇല്ല അവിടെ. ആ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചാർജിന്റെ ഫ്ലോ അവിടെ നടക്കില്ല. ഇനി ഈ പിക്ചറിൽ നോക്കിയാൽ ആ കണ്ടക്ടറിന്റെ ഒരെൻഡിലെ ചാർജുകളുടെ എണ്ണം വളരെ കൂടുതലും മറ്റൊരു എൻഡിലെ ചാർജുകളുടെ എണ്ണം വളരെ കുറവുമാണ്. അന്നേരം ചാർജുകളുടെ എണ്ണത്തിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അന്നേരം എന്ത് പറ്റും? ചാർജ് കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തോട്ട് ചാർജിന് ഫ്ലോ ചെയ്യാനൊരു
ടെൻഡൻസി ഉണ്ട്. ആ ഡിഫറൻസിനെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടാനായാണ് നമ്മൾ ഈ ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക് സോക്കറ്റ് യൂസ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് അപ്ലയൻസസ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നേ അതൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്ലഗിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്യണം. എന്നാലേ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ, എന്നാലേ ഒരു വോൾട്ടേജ് അവിടെ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചാർജിന് ഫ്ലോ ചെയ്ത് ആ ഇലക്ട്രിക് അപ്ലയൻസസ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിക് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. 230 വോൾട്ട്, 110 വോൾട്ട്. ഇലക്ട്രിക് വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ